ഹായ് എവ്രി വൺ, ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ കുറിച്ചാണ്. ആ പേരിൽ തന്നെയുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഒരു ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ പേര് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് SN1 റിയാക്ഷനും പിന്നെ ഒന്ന് SN2 റിയാക്ഷൻസും. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാം സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ റിയാക്ഷൻ. അതാണ് SN2 മെക്കാനിസം എന്ന് പറയുന്നത്. ആ പേരിൽ 2 എന്നുണ്ട്. ഈ 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്പ് അല്ല, അത് ഓർഡർ ആണ്. ഓർഡർ ഓഫ് റിയാക്ഷനെ കാണിക്കുന്നതാണ് 2. അത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക് SN2 മെക്കാനിസം എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് SN2 എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഈ റിയാക്ഷൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിൻ്റെയും അതേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയോഫൈലിൻ്റെയും രണ്ടിൻ്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. ദെൻ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ റിയാക്ഷൻ ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 1 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. അതേപോലെ ഓർഡർ 2 ആയിരിക്കും. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ജനറൽ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ജനറൽ ആയിട്ടുള്ള RX എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ എടുത്തു. R എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആൽക്കെയിൻ ഗ്രൂപ്പ്, X എന്ന് പറയുന്നത് ഒരു ഹാലജൻ ഗ്രൂപ്പ്. ഹാലജൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, ഫ്ലൂറിൻ അല്ലെങ്കിൽ അയഡിൻ. യൂഷ്വലി ഫ്ലൂറിൻ നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം കുറച്ചും കൂടി റിയാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താണ്, ഒരു ന്യൂക്ലിയോഫൈൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ന്യൂക്ലിയോഫൈൽ വന്ന് ഈ ആറിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ എക്സ് ഈ ബോണ്ടിലത്തെ ഇലക്ട്രോൺസിനെ സ്വയം കൊണ്ടുപോകും. അപ്പോൾ RNU എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും കിട്ടും പ്ലസ് X മൈനസ്. അതാണ് നമ്മുടെ ഹാലജൻസ് ആണ് ഇവിടുത്തെ ലീവിങ് ഗ്രൂപ്പ്. അതാണ് ഇവിടെ X മൈനസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ വരുന്ന ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഒന്നെങ്കിൽ OH മൈനസ് ആവാം, അല്ലെങ്കിൽ R മൈനസ് ആവാം, അല്ലെങ്കിൽ CN മൈനസ് ആവാം. ഇതിലേത് വേണമെങ്കിലും ആവാം. ഇത് മാത്രമല്ല, ഇത് കൂടാതെയും വേറെ കുറേ ന്യൂക്ലിയോഫൈൽസ് ഉണ്ട്. ഇനി ആരാണോ ലീവ് ചെയ്ത് പോണത് അതാണ് ലീവിങ് ഗ്രൂപ്പ്. ലീവിങ് ഗ്രൂപ്പ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാലജൻസിനെയാണ്, കാരണം അത് നല്ലൊരു ലീവിങ് ഗ്രൂപ്പാണ്. ഇനി SN2 മെക്കാനിസം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എടുക്കാം. മീഥൈൽ ബ്രോമൈഡ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മീഥൈൽ ബ്രോമൈഡ് ഇപ്പോൾ നോക്ക്, BrHH. ഞാനത് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ഡ്രോ ചെയ്തു എന്നുള്ളൂ. ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു ന്യൂക്ലിയോഫൈൽ ബാക്ക് സൈഡ് അറ്റാക്കാണ് വരിക. അപ്പോൾ ഈ OH മൈനസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈൽ ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിനെ ബാക്ക് സൈഡ് അറ്റാക്ക് ചെയ്യും. ബാക്ക് സൈഡ് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഫസ്റ്റ് ഇവരൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. ഇവിടെ ഇപ്പോൾ നോക്കി, ഫസ്റ്റ് കാർബൺ ഇവിടെ എത്ര ബോണ്ട് ഉണ്ട്, 1 2 3 4. അപ്പം മൊത്തം എത്രയാണ്, 4 ബോണ്ട്. കാർബണിൻ്റെ വാലൻസി 4 ആണ്. അപ്പം 4 ബോണ്ട് കാർബണിന് സ്റ്റേബിൾ ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തുമ്പോൾ നോക്കിക്കോട്ടോ, ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ന്യൂക്ലിയോഫൈൽ വന്ന് ഇതും അറ്റാക്ക് ചെയ്യുമ്പോൾ അവരൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അതാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ OH മൈനസ് അറ്റാക്ക് ചെയ്തതിന് ശേഷം കാർബണും OH ന്യൂക്ലിയോഫൈലും തമ്മിൽ ഒരു പാർഷ്യൽ ബോണ്ട് ഫോം ചെയ്യും. അതാണ് ഈ ഡാഷ്ഡ് ലൈൻ വെച്ച് കാണിച്ചേക്കുന്നത്. അതേപോലെ കാർബണും ലീവിങ് ഗ്രൂപ്പും തമ്മിൽ ഒരു പാർഷ്യൽ ബോണ്ട് ബ്രേക്ക് ചെയ്യും. മൊത്തത്തിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യില്ല, പാർഷ്യൽ ബോണ്ട് ബ്രേക്ക് ചെയ്യും. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ ഈ കാർബണിന് ചുറ്റും എത്ര പേരുണ്ട്, 5 പേരുണ്ട്. 5 പേരുള്ളതുകൊണ്ടാണ് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഹൈലി അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. നമുക്കിത് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് റിയാക്ഷൻ മീഡിയത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഇത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഇനി എന്ത് സംഭവിക്കും, ഇവിടെ ഇത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ CBr ബോണ്ട് ബ്രേക്ക്. അങ്ങനെ നമുക്ക് CH
CH3OH എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താണ് ബാക്ക് സൈഡ് അറ്റാക്ക് ആണ് നടക്കുന്നത്. ബാക്ക് സൈഡ് അറ്റാക്ക് നടന്നിട്ട് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ്, ഇതാണ് നിങ്ങളുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. അവിടെ കാർബണിന്റെ വാലൻസ്, കാർബൺ മൊത്തം 5 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. 5 ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് പെട്ടെന്ന് ഈസി ആയിട്ട് ഫോം ചെയ്യും. ഇനി ഇവിടെ ബാക്ക് സൈഡ് അറ്റാക്ക് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇവിടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഉണ്ട്. അതായത് അംബർല ഫ്ലിപ്പ് ചെയ്യുന്ന പോലെ, കാറ്റത്ത് കുട തിരിഞ്ഞു പോയില്ലേ, അതേപോലെയാണ്. അപ്പോൾ ഇങ്ങനെ CH3Br എന്നുള്ള ഒരു ഇത് തിരിഞ്ഞു പോയിട്ട് എന്തായും OH CH3 ഇതേപോലെയാവും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. ഇവിടെ റിയാക്ഷൻ മീഡിയത്തിൽ മെക്കാനിസത്തിൽ ശരിക്കും അവരുടെ എന്താണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. അവരുടെ സ്ട്രക്ചറിന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ഇൻവേർട്ടഡ് ആയിട്ടാണ് കിട്ടുക. ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ, ഇത് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ റേറ്റ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെയും അതേപോലെ ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി SN2 റിയാക്ഷൻ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് കൂടുതൽ ഫേവർ ചെയ്യുന്നത്. കാരണം പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ വേറെ ഏതെങ്കിലും ഒരു കാർബൺ മാത്രമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പ്രൈമറി ആവുമ്പോൾ ഈ കൊട തിരിയണ പോലത്തെ ഒരു പ്രൊസീജിയർ, അതായത് അംബർല ഫ്ലിപ്പിംഗ് അല്ലെങ്കിൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷന് സുഖമാണ്. പക്ഷെ ടെർഷറി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഓൾറെഡി ബൾക്കി ഗ്രൂപ്പ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും കാർബൺസ് ഇതുമോ വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ ഫ്ലിപ്പ് ചെയ്യാൻ, അംബർല പോലത്തെ ഫ്ലിപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവേർഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ടെർഷറി SN2 റിയാക്ഷൻ വളരെ കുറവാണ് കാണിക്കാറ്. സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവുള്ള പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും കൂടുതലായിട്ട് SN2 റിയാക്ഷൻ കാണിക്കുക. സ്ട്രോങ് ന്യൂക്ലിയോഫൈലും പോളാർ എപ്രോട്ടിക് സോൾവെൻസും ആയിരിക്കും SN2 റിയാക്ഷൻ മെയിൻ ആയിട്ട് ഫേവർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല, ആകെ ഒരു സിംഗിൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. ഇനി SN2 മെക്കാനിസത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, സബ്സ്ട്രേറ്റ് ലെസ് ക്രൗഡഡ് ആയിട്ടുള്ള, അതായത് പ്രൈമറി ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആയിരിക്കും കൂടുതലായിട്ട് SN2 റിയാക്ഷൻ തരിക. അതേപോലെ സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈൽ ആയിരിക്കണം, പോളാർ എപ്രോട്ടിക് സോൾവെൻസ് ആയിരിക്കണം, നല്ല ലീവിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫാസ്റ്റർ റിയാക്ഷൻ കാണിക്കുള്ളൂ. റേറ്റ് സബ്സ്ട്രേറ്റിന്റെയും ന്യൂക്ലിയോഫൈലിന്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി അടുത്തതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ റിയാക്ഷൻ. യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ SN1 റിയാക്ഷൻ ആണ്. SN1 റിയാക്ഷൻ 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. അതായത് 2 ഡിഫറെൻറ്റ് സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും, കാർബണിന്റെയും ഹാലജന്റെയും ബോണ്ട്, X എന്ന് പറയുന്നതാണ് ഹാലജൻ, ബോണ്ട് ഹെട്രോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഹെട്രോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബോണ്ടിലെ ഇലക്ട്രോൺസ് മൊത്തമായിട്ട് ഒരാൾ തന്നെ കൊണ്ടുപോവുക. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ 2 ഇലക്ട്രോൺസ് നമ്മുടെ ഹാലജൻ ആണ് കൊണ്ടുപോകുന്നത്. അപ്പൊ കാർബണിന്റെ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട കാരണം എന്ത് സംഭവിച്ചു, കാർബണിന് ഒരു പോസിറ്റീവ് ചാർജും വന്നു, ഹാലജന് ഒരു നെഗറ്റീവ് ചാർജും വന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു കാർബോകാറ്റയോൺ ഫോർമേഷൻ നടക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, നമ്മുടെ ന്യൂക്ലിയോഫൈലെ ഈ കാർബോകാറ്റയോണിനെ അറ്റാക്ക് ചെയ്യുക. ഉണ്ടായിരിക്കുന്ന കാർബോകാറ്റയോണിലേക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്ത് CNU ബോണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഈ SN1 റിയാക്ഷൻ്റെ 2 സ്റ്റെപ്പുകൾ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് കാണാം. ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് 1 SN1 റിയാക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മുടെ ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ. ഇപ്പോൾ ഇവിടെ ഒരു ടെർഷറി ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ആണ് എടുത്തേക്കുന്നത്. ഇത് നോക്കുക, CBRൽ എന്ത് സംഭവിക്കും, ഇവിടെ ഹെട്രോലിറ്റിക് ആയിട്ട് ക്ലീവേജ് നടത്തിയിട്ട് ഈ BR അതിൻ്റെ ഇലക്ട്രോൺസ് എല്ലാം കൊണ്ടുപോകും. അപ്പോൾ കാർബണിന്റെ ഇലക്ട്രോൺസ് പോയ കാരണം ഈ കാർബണിന് എന്ത് വന്നു, ഒരു പോസിറ്റീവ് ചാർജ് വന്നു, BRന് ഒരു നെഗറ്റീവ് ചാർജ് വന്നു. ഈ കാർബോകാറ്റയോൺ ഫോം ചെയ്തു. ഇനി നമുക്ക് അതേ കാർബോകാറ്റയോൺ എടുക്കാം, CH3
ത്രൈസ് സി പ്ലസ് OH മൈനസ് ആണ് ഞാൻ ആഡ് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കിവിടെ CH3 ത്രൈസ് COH എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടും. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആയിരിക്കും. അതേപോലെ സ്ലോ സ്റ്റെപ്പാണ്. സ്ലോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? സ്ലോ സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ അതൊരു റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ആയിരിക്കും. സ്ലോ സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ അതൊരു റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പാണ്. അപ്പോൾ SN1 റിയാക്ഷനിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോ സ്റ്റെപ്പ്, അതാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ ആരുടെ കോൺസെൻട്രേഷൻ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ? ആൽക്കൈൽ ഹാലൈഡ് മാത്രമല്ലേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ SN1 റിയാക്ഷനിലെ റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. എടുക്കുന്ന സബ്സ്ട്രേറ്റിനെ മാത്രം, ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി SN1 റിയാക്ഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് 2 സ്റ്റെപ്പിലാണ് നടക്കുക. പിന്നെ ഇത് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനിൽ മാത്രമാണ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് കൂടുതലായിട്ട് SN1 റിയാക്ഷൻ കാണിക്കുക. കാരണം ടെർഷ്യറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോണിന് ചുറ്റും 3 കാർബൺ ആറ്റം ഉണ്ടാവില്ലേ? 3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജിനെ അവർ സ്റ്റെബിലൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് കൂടുതൽ SN1 റിയാക്ഷൻ കാണിക്കുക. SN1 റിയാക്ഷൻ റെസിമൈസേഷൻ കാണിക്കും. SN2 ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ SN1 റെസിമൈസേഷൻ ആണ് കൂടുതൽ കാണിക്കുക. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്. ഫാക്ടേഴ്സ് സബ്സ്ട്രേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെർഷ്യറി കാർബൺ ആണ്, അല്ല ടെർഷ്യറി ഉള്ള ഗ്രൂപ്പുകളായിരിക്കും കൂടുതലായിട്ട് SN1 റിയാക്ഷൻ കാണിക്കുക. പിന്നെ ഇവിടെ ഒരു കാർബോകാറ്റയോൺ ഫോർമേഷൻ ഉണ്ട്. ഇന്റർമീഡിയറ്റ് ആയിട്ട് കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് ആരാണോ ഫോം ചെയ്യണം അവരാണ് റിയാക്ഷൻ കൂടുതൽ കാണിക്കുക. നല്ല ലീവിങ് ഗ്രൂപ്പ് വേണം. അതേപോലെ പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണ്. SN2 പോളാർ അപ്രോട്ടിക് ആയിരുന്നു, പക്ഷെ ഇവിടെ പോളാർ പ്രോട്ടിക് ആണ്, അതായത് ചാർജ് ഉള്ള സോൾവെന്റ്സ് ആയിരിക്കണം. ഇനി എന്തുകൊണ്ടാണ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് SN1 റിയാക്ഷൻ കൂടുതൽ കാണിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ടാ? ടെർഷ്യറി കാർബോകാറ്റയോൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് കൂടുതൽ SN1 റിയാക്ഷൻ കാണിക്കുന്നത്. SN1 റിയാക്ഷൻ കാണിക്കുന്നതിന്റെ ഓർഡർ ഇതായിരിക്കും. ടെർഷ്യറി ആണ് ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് ഏറ്റവും കൂടുതൽ SN1 റിയാക്ഷൻ കാണിക്കുക, കാരണം അവർക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഇനി സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ SN2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റീരിയോ കെമിക്കൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് SN2 ഉള്ളത്. വേറെസ് SN1 റെസിമൈസേഷൻ ആണ് ഉള്ളത്. ഇനി ഇവരുടെ ഡിഫറൻസ് ഒന്ന് നോക്കാം. മെക്കാനിസം നോക്കുകയാണെന്നുവെച്ചെങ്കിൽ SN1 2 സ്റ്റെപ്പ് പ്രോസസ് ആണ്. SN2 ആണെന്നുവെച്ചെങ്കിൽ 1 സ്റ്റെപ്പ് പ്രോസസ് ആണ്. റേറ്റ് ലോ ഓർഡർ ഒക്കെ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ SN1 ഫസ്റ്റ് ഓർഡർ ആണ്, SN2 സെക്കൻഡ് ഓർഡർ. അത് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം കേട്ടോ. SN1 എന്ന് പറയുന്നത് സ്റ്റെപ്പിന്റെ എണ്ണല്ല, ആ 1 എന്ന് പറയുന്നത് ഏത് ഓർഡർ ആണെന്നാണ് കാണിക്കുന്നത്. SN2 എന്ന് പറയുന്നത് ആ 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആയിരിക്കും. ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് SN1 കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നത്, അത് നമുക്ക് ഐസോലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഐസോലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ റിയാക്ഷന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. SN2 ഇന്റർമീഡിയറ്റ് ഇല്ല, ട്രാൻസിഷൻ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. അത് ഐസോലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ SN1 ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ടെർഷ്യറി കാർബൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ഷൻ കാണിക്കുക, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. SN2 ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി ആണ് പ്രൈമറി കാർബൺ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടാവുക. കാരണം അത് പെട്ടെന്ന് തന്നെ അവർക്ക് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ കൊട ഫ്ലിപ്പ് ചെയ്യണം, അംബ്രല്ല ഫ്ലിപ്പിംഗ് മെത്തേഡ് വളരെ ഈസി ആയിരിക്കും ഇതിൽ. ഇനി ന്യൂക്ലിയോഫൈലിന്റെ സ്ട്രെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SN1 വീക്ക് ന്യൂക്ലിയോഫൈൽ ഫേവർ ചെയ്യും, SN2 ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ് കൂടുതൽ ഫേവർ ചെയ്യുന്നത്. സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുകയാണെന്നുവെച്ചെങ്കിൽ SN1 റെസിമൈസേഷൻ ആണ് നടക്കുന്നത്, SN2 ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഉണ്ട്. പിന്നെ SN1 എന്ന് പറയുന്നത് സോൾവെന്റ് പോളാർ പ്രോട്ടിക് സോൾവെന്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. SN2 പോളാർ എപ്രോട്ടിക് സോൾവെന്റ്സ്, അതായത് ചാർജ് ഇല്ലാത്ത സോൾവെന്റ്സ്.
ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഇനി എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ദയവ് ചെയ്ത് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. താങ്ക് യു സോ മച്ച്.